സങ്കീർത്തനം 92:14. വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും, അവർ പുഷ്ടിവെച്ചും പച്ച പിടിച്ചും ഇരിക്കും. അവർ എന്നിവിടെ പരാമർശിച്ചിരിക്കുന്നത് 12-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പന പോലെ തഴയ്ക്കുന്ന നീതിമാനെക്കുറിച്ചാണ്. ഫലം പുറപ്പെടുവിക്കുന്ന ഒരു വൃക്ഷവുമായി നീതിമാനെ ഇവിടെ താരതമ്യം ചെയ്തിരിക്കുന്നു. പ്രായമാകുമ്പോൾ മനുഷ്യരായാലും മൃഗമായാലും വൃക്ഷമായാലും ഫലപ്രാപ്തി കുറയും എന്നത് പ്രകൃതി നിയമമാണ്. എന്നാൽ നീതിമാൻ ഇതിനൊരു അപവാദമാണ്. വാർദ്ധക്യത്തിലും അവൻ ഫലം പുറപ്പെടുവിക്കുന്നു എന്ന് മാത്രമല്ല, മേൽക്കുമേൽ പുഷ്ടിവെച്ചും പച്ച പിടിച്ചും ഇരിക്കും എന്നാണ് ഈ വചനം സൂചിപ്പിക്കുന്നത്. 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ഫലപ്രദമായ ഒരു വൃക്ഷം പോലെ അവൻ അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കും എന്നാണ് കാണുന്നത്. ഇതേ ആശയം തന്നെ 52-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിലും കാണാം. ഒരു വൃക്ഷത്തിന് ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ അതിനനുകൂല സാഹചര്യം ഉണ്ടാകണം. എന്താണ് ആ അനുകൂല സാഹചര്യം? അവൻ സാക്ഷാൽ മുന്തിരവള്ളിയിൽ ചേർത്തിണക്കിയ കൊമ്പാണ്. ഫലപ്രാപ്തിക്ക് വേണ്ടി അവനെ ചെത്തി വെടിപ്പാക്കുന്നു. മൂർച്ചയുള്ള കത്തി കൊണ്ട് ചെത്തുമ്പോൾ വേദനയുണ്ടാകുന്നത് പോലെ കഷ്ടതയിലൂടെയും പ്രതിസന്ധിയിലൂടെയും അവനെ കടത്തിവിട്ട് കൂടുതൽ ലഭ്യതയ്ക്കായി ഒരുക്കുന്നു. മുന്തിരിവള്ളിയിൽ നിന്ന് ലഭിക്കുന്ന ജീവരസം അവന് പുഷ്ടി നൽകുന്നു. അവൻ പുറപ്പെടുവിക്കുന്ന ഫലങ്ങളുടെ മേന്മയ്ക്ക് കാരണം തന്നെ ചേർത്ത് നിർത്തിയിരിക്കുന്ന മുന്തിരിവള്ളിയാണ്. അല്ലെങ്കിൽ പിതാവായ ദൈവവുമായി ബന്ധമുള്ള നീതിമാൻ ഏത് സാഹചര്യത്തിലും ഫലം പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും. കാരണം തൻ്റെ ശക്തിയുടെ സ്രോതസ്സ് ദൈവമാണ്. താൻ പ്രായത്തിനും സാഹചര്യത്തിനും അതീതനാണ്. അത്തിപ്പഴത്തിൻ്റെ കാലമല്ലാഞ്ഞിട്ടും കർത്താവ് അത്തിയിൽ ഫലം അന്വേഷിക്കുന്നു. ഏത് കാലത്തും ഫലം കായ്ക്കുന്ന വൃക്ഷമാണ് നീതിമാൻ. അപ്രകാരം ദൈവത്തോട് ചേർന്ന് നിന്ന് ഫലം പുറപ്പെടുവിച്ച ഒരു വ്യക്തിയാണ് കാലേബ്. കാലേബിനെക്കുറിച്ച് യോശുവ 14:14 അവൻ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് തന്നെ എന്ന് പറയുന്നു. മുന്തിരിവള്ളിയിൽ നിന്ന് കൊമ്പിന് പുഷ്ടി ലഭിക്കുന്നത് പോലെ കാലേബിൻ്റെ ഊർജത്തിൻ്റെ സ്രോതസ്സ് താൻ പറ്റി നിന്ന ദൈവമായ യഹോവയായിരുന്നു. അത് തൻ്റെ വാക്കുകളിലും സ്പഷ്ടമാണ്. യോശുവ 14:10-11 വാക്യങ്ങൾ. ഇപ്പോൾ എനിക്ക് 85 വയസ്സായി. മോശ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. ഇതാണ് ദൈവത്തോട് പറ്റി നിന്ന നീതിമാൻ്റെ വാർദ്ധക്യത്തിലുമുള്ള ഫലപ്രാപ്തി. കാലേബിനെക്കുറിച്ച് ദൈവം സാക്ഷീകരിക്കുന്നത്, എൻ്റെ ദാസനായ കാലേബോ, അവന് വേറൊരു സ്വഭാവമുള്ളതുകൊണ്ട്. സംഖ്യ 10:24. നീതിമാൻ എപ്പോഴും ഒരു വ്യത്യസ്ത സ്വഭാവമുള്ള വ്യക്തിയാണ്. ആ സ്വഭാവത്തെ ദൈവം മാനിച്ച് അവനെ അനുഗ്രഹിക്കും. ഫലകരമായ ജീവിതം നയിച്ച മോശയെക്കുറിച്ച് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, മോശ മരിക്കുമ്പോൾ അവന് 120 വയസ്സായിരുന്നു. അവൻ്റെ കണ്ണ് മങ്ങാതെയും അവൻ്റെ ദേഹബലം ക്ഷയിക്കാതെയും ഇരുന്നു. ആവർത്തനം 34:7. ജീവിതകാലം മുഴുവൻ ഫലം പുറപ്പെടുവിച്ച നീതിമാനായ മോശയെ ദൈവം ആദരിച്ചു. പൂർണ്ണ ആരോഗ്യവാനായി മരിച്ച മോശയുടെ മരണം നിദ്രാസമാനമായിരുന്നു. ഈ വ്യക്തികളുടെ എല്ലാം ജീവിതം നമുക്ക് മാതൃകയാണ്. ദൈവം എന്ന ഉറവിടത്തിൽ നിന്നും ശക്തി പ്രാപിച്ച് സാഹചര്യങ്ങൾക്ക് അതീതമായി നമുക്ക് ഫലം പുറപ്പെടുവിക്കാം. ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും അതിന് സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടട്ടെ.